ബിജി പോയി. നീ ഏതായാലും എന്നെ വിറ്റ് തിന്നുന്നുണ്ടല്ലോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എൻ്റെ വീഡിയോ റെക്കോർഡ് എടുത്തിട്ട്. ആ ഇടുന്നവനോട് ഇടുന്നവൻ കേൾക്കുന്നുണ്ടെങ്കിൽ എടാ നിനക്ക് കിട്ടുന്ന എൻ്റെ പകുതി എനിക്ക് താടാ, ഞാൻ കാരണമല്ലേ നിനക്ക് ശമ്പളം കിട്ടുന്നത്, ലിംഗം കിട്ടുന്നത്. ആ ലിംഗത്തിന്റെ പകുതി എനിക്കും കൊണ്ട് താ, ഞാൻ ഒന്ന് രക്ഷപ്പെടട്ടെ. അതും ഇല്ല. അവന്റെ ഫാമിലി സുരക്ഷിതമായിട്ട് അവൻ നോക്കുന്നു. നല്ല മോൻ അല്ല, സത്യമല്ലേടാ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതിന്റെ പകുതി നമുക്ക് ലിംഗമല്ല ലിംഗം. അയ്യോ നല്ലൊരു ലൈവാ ചേച്ചിയുടെ, നല്ല ടൈം പാസ്സാ സത്യം. അവരോട് ചർച്ച ചെയ്തു ഒരു ഡീലാക്കി ചേച്ചി. അത് ഏതവനാന്ന് ആർക്കറിയാം മോനെ. ചിലപ്പോ ഈ കമ്പനി തന്നെയായിരിക്കും അതിന്റെ ആള്. എടാ ആരാന്ന് പോലും അറിയില്ല. ചിലപ്പോ കമന്റ് ഇടുന്ന നമ്മളടുത്ത് കമന്റ് ഇട്ട് ചിരിപ്പിക്കുന്നവനായിരിക്കും അവിടെ കൂടെ പോത്തുന്നത്. ആരെങ്കിലും 10 പൈസ കിടന്ന് പുറത്ത് പറയുവോ? ഒരാൾ കള്ളു കച്ചവടം നടത്തി, ഒരാൾ പെണ്ണ് ബിസിനസ് നടത്തി. ആരോടെങ്കിലും പറയുവോ എനിക്ക് പെണ്ണ് ബിസിനസ് ആണ്, എനിക്ക് കള്ളു കച്ചവടമാണെന്ന്? പറയില്ല. അപ്പൊ ഇതിലേക്ക് പറയണമില്ല ആരാന്ന്, ഒളിഞ്ഞിരുന്ന് ചെയ്യുന്നു. ചിലപ്പോ നീ ചിരിക്കട്ടെ, ചിലപ്പോ നീ തന്നെയായിരിക്കും പോത്തുന്നത്. അറിയാൻ പറ്റുമോ ആരാന്ന്? ആരാന്നോർത്താ ഡീല് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായാലും അവൻ കേൾക്കുന്നുണ്ട്. കുറച്ച് എനിക്ക് ഇത്താ കാശ്. അമ്മേ ചിലപ്പോ കൂടെ ഉള്ളവര് നമ്മുടെ കൂടെ അല്ല ഇതിലുള്ളവരൊക്കെ തന്നെയായിരിക്കും. സമയം എത്രയാടോ? ഇങ്ങനെ എന്തിനു കഴിച്ചോ? ഇനി വീറില്ല, ഞാൻ കപ്പയൊന്നും ചൂടാകട്ടെ ഫസ്റ്റ്. ഇല്ല വിളിച്ചില്ലോ, വിളിക്കാം. വിളിച്ചില്ല ഞാനല്ലേ, എനിക്ക് ഫേക്ക് ഐ ഡി ഇല്ല. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഒരു ടൈം പാസിന്റെ ലൈവ് കാണുന്ന നിങ്ങളൊക്കെ എനിക്ക് ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതെൻ്റെ ഒരു പ്രത്യേക കഴിവല്ലേ? ആ കഴിവിനെ നിങ്ങൾ എന്താക്കണം, അപ്രിഷ്യേറ്റ് വേണം. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ലേ? ഓരോ കോമഡി പറഞ്ഞിട്ടാണെങ്കിലും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? കാരണം നമുക്ക് ഇത്ര ഇപ്പൊ ചില ആൾക്കാർ ഇപ്പം തുണിക്കടയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പം വണ്ടി ഡ്രൈവിംഗ് ആയിരിക്കാം. ആ ഡ്രൈവിങ്ങിന്റെ വണ്ടിയുടെ ഇടയിൽ വിജിയുടെ ലൈവ് ഓണാക്കിയിട്ട് വണ്ടി ഓടിക്കും, എന്നിട്ട് അത് കേട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ചിലർ തുണിക്കടയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് മേശയുടെ പുറത്ത് ലൈവ് ഓണാക്കി വെക്കും, എന്നിട്ട് കട്ട് ചെയ്യും, അളവെടുക്കും, എന്നിട്ട് ഇടയ്ക്ക് എന്നെ നോക്കും. ഹെഡ്സെറ്റ് ചവിട്ടിലായിരിക്കും ലൈവ് ഓണാക്കും. എന്നെ കണ്ടില്ലേലും എന്നെ കണ്ടുകൊണ്ട് ഇരിക്കില്ല, എൻ്റെ സംസാരം കേട്ടുകൊണ്ട് ഇതിന് കട്ട് ചെയ്യും, എന്നിട്ട് ഇടയ്ക്ക് നോക്കും, എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ചിലവര് ഓഫീസിലാണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിലാണെങ്കിൽ മൊബൈൽ ചാരി വയ്ക്കും. കമ്പ്യൂട്ടറിന്റെ മുന്നിലാണെങ്കിൽ ഓഫീസിലെ കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ് എന്തിലാണെങ്കിൽ മൊബൈൽ ചാരി വയ്ക്കും, ഹെഡ്സെറ്റ് വയ്ക്കും, ടൈപ്പ് ചെയ്യും കമ്പ്യൂട്ടറിൽ. ചേച്ചിനെ കാണും, എന്നിട്ട് ചിരിക്കും. ചില ലേഡീസ് അടുക്കളയിലാണെങ്കിൽ മക്കളെ കുളിപ്പിക്കുകയാണെങ്കിൽ മോനെ കുളിച്ച ഡ്രസ്സ് മാറ്റി ചുവട്ടിൽ വെക്കും, അപ്പത്തെ റൂമിൽ പോയിട്ട് മൊബൈൽ ചലിക്കും, സംഭാഷണം മാത്രം കേൾക്കും. എവിടെ എടുക്ക് സ്കൂളിൽ പൊക്കം ബിജിനെ നോക്കും, പൊക്ക മക്കളെ വെക്കെന്നും പറഞ്ഞു വിട്ട് ബിച്ച ലൈവിലേക്ക് ഇരുന്നു. ഇനി കമന്റ് കൊടുക്കും. അല്ല താരൂ മീ തല കുറിയുന്നു. പണ്ട് ഹരിശ്രീ അശോകൻ കട്ട് ചെയ്ത പോലെ ആവുമോ തുണി? അല്ലെ മിക്ക ആൾക്കാരും. ഇനിയിപ്പോ വേറെ ഗസ്റ്റിലാണെങ്കിൽ അപ്പുറത്തെ ഫോണിൽ ഗസ്റ്റ് എന്നിട്ട് എന്റെ ലൈവ് കണ്ടു, എന്നിട്ട് ചിരിച്ചോണ്ടിരിക്കും. ബിജി താരൂ CMSI ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇപ്പൊ ജിമ്മിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ബീച്ചേച്ചിയുടെ ഫോൺ അവിടെ വെക്കും, ചാരി വെക്കും, ജിമ്മ് കൈ എടുക്കൂ, എന്നിട്ട് ഇങ്ങനെ ഇളക്കൂ, ചെവിട്ടിൽ ഹെഡ്സെറ്റ് ഉണ്ടാവും, ബീച്ചിയുടെ സംസാരം വെച്ചോ, ആടാ ഒരു മിനിറ്റ് ബീച്ചേച്ചിയുടെ അടിച്ചു ചേച്ചി ജയിക്കുവോ, ചേച്ചി തോക്കുവോ? ഓ ചേച്ചി ജയിച്ചു, ഹോ മോനെ കൈ പൊന്തിക്കൂ, അവിടെ ആട്ടു ഇവിടെ ആട്ടു. ഓക്കെ, എൻ്റെ ചേച്ചി ജയിക്കുവോ, ഗെയിമിൽ എൻ്റെ ചേച്ചി ജയിക്കുവോ? എടാ നിർത്ത്. അപ്പം കുറെ ആൾക്കാരുണ്ടെങ്കിൽ എടാ ചേച്ചി കളി ജയിക്കാൻ നോക്കി, പാ ചേച്ചി ജയിക്കുവോടാ, ചേച്ചി ജയിക്കുവോ, പണിഷ്മെന്റ് കിട്ടുവോ? നാളെ അയ്യോ ചേച്ചി ജയിക്കണേ,